സുപ്രധാന തീരുമാനങ്ങളുമായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ശ്രദ്ധിക്കാം. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള അംഗീകാരം നൽകി. രണ്ടാമത്തെ കാര്യം, നിയമസഭയിലെ ചീഫ് വിപ്പായി CA അബു ജോൺ ജോസഫിനെ നിയമിക്കാനുള്ള തീരുമാനമായി. അതുപോലെ നേരത്തെ AGയുടെയും ഒരു അഡീഷണൽ AGയുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് KC വിൻസെൻറ്റിനെ ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ യോഗം തീരുമാനമെടുത്തു. അഡ്വക്കേറ്റ് KC വിൻസെൻറ്റ്, നമുക്കറിയാം, വയോജന വകുപ്പിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നേരത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേതെല്ലാം സബ്ജക്റ്റാണ്, ഏതെല്ലാം വിഷയങ്ങളാണ് പുതിയ വകുപ്പിൻ്റെ കീഴിൽ വരേണ്ടത് എന്നുള്ള തീരുമാനമെടുത്തു. അത് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ, പുതിയ വിഷയങ്ങൾ ഈ വകുപ്പിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ നേരത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി നിയമിച്ചിരുന്ന T അസഫ് അലിക്ക് ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണിയായും കേരള സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായും അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. ഈ 2 അഡീഷണൽ ഇതുകൂടിയുണ്ട്. സാധാരണ DGP ആണ് ആ ചുമതല വഹിക്കുന്നത്. പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അനൗദ്യോഗികമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഈ തീരുമാനങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടൊരു അവധി ദിവസങ്ങളായതുകൊണ്ടാണ് വളരെ മുൻപ് ക്യാബിനറ്റ് കൂടി ഗവർണർക്കുള്ള പ്രസംഗത്തിൻ്റെ അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാബിനറ്റായിട്ടാണ് ഇന്ന് ചേർന്നത്. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾ ധനകാര്യ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നികുതി വരുമാനം എത്രയാണ് ഉണ്ടാകുന്നത്, സാധാരണക്കാരന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടത് ഓരോ കൂട്ടലിലും. പക്ഷേ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ അതിനൊരു തീരുമാനം, അവസാന തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും തീരുമാനം എല്ലാ ദിവസവും ഇതുപോലെ ഓരോ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങളുടെ പരിശോധനയിലാണ് തീർച്ചയായിട്ടും. വാർത്തകളും വിശേഷങ്ങളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.